ഹായ്, ഞാൻ മസ്താനി. എല്ലാവരെയും പോലെ 12 ഗ്രേപ്സ് കഴിച്ചും വിഷൻ ബോർഡ് സെറ്റ് ചെയ്തുമൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരുന്നു 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ കാർ 10 ദിവസം ആകുന്നതിന് മുന്നേ ആക്സിഡൻറ്റിൽ പെട്ടത് മുതൽ തുടങ്ങി എൻ്റെ റോളർ കോസ്റ്റർ റൈഡ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിഗ് ബോസ് ഹാപ്പൻഡ്. Mastani, you are evicted. വെറും 14 ദിവസം മാത്രമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും പാൻ ഇന്ത്യൻ ലെവലിൽ ഹെയ്റ്റും വാങ്ങി ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എവിക്ഷനുകളിൽ ഒന്നായി മാറി എൻ്റെ എവിക്ഷൻ. പുറത്തിറങ്ങി എന്നെ കാത്തിരുന്നത് വെറുപ്പിൻ്റെ ഒരു വലിയ ലോകമായിരുന്നു. എവിടെ നോക്കിയാലും എനിക്കെതിരെ കോണ്ടന്റ്, എല്ലാവരുടെയും തമ്മിൽ ഞാൻ. ഇനി എനിക്കൊരു തിരിച്ചുവരവില്ല എന്ന് ഞാനും എൻ്റെ കൂടെയുള്ളവരും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. മസ്താനി, വീണ്ടും സ്വാഗതം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക്. ബിഗ് ബോസ് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല, എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തായിരിക്കും ചിലപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു കച്ചിത്തുരുമ്പ് തരും. അങ്ങനെ എനിക്ക് പിടിച്ചു കയറാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ ഒരു റീ എൻട്രി. ആൻഡ് താങ്ക്സ് ടു ബിഗ് ബോസ് റീ എൻട്രിയിൽ വന്ന എല്ലാവരെയും റിയലായി കാണിച്ചതിന്. ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ തന്ന ഓരോ സ്നേഹവും, നിങ്ങളയച്ച ഓരോ മെസ്സേജും, നിങ്ങളിട്ട ഓരോ കമൻറ്റും എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതിനെനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹമുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം. കാരണം നിങ്ങൾ എന്നെ വെറുത്തപ്പോഴാണ് നിങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ലൈഫാണ്, എല്ലാവരും എല്ലാ കാലവും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ലല്ലോ. അതേപോലെ എനിക്കും കുറച്ച് സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ചില ആളുകൾ പോകുമ്പോൾ ചില നല്ല ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഇവരെ പോലെ. മസ്താനി, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഈ റീ എൻട്രിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ളത്. ജീവിതമാണ്, മനുഷ്യരാണ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ അത് തിരുത്താൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കണം. വെൻ ലൈഫ് ഗീവ്സ് യു എ സെക്കൻഡ് ചാൻസ്, യൂസ് ഇറ്റ് ലൈക്ക് മസ്താനി. സോ നാളെ മുതൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ 2025. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.